അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന അടിമയാര്, അള്ളാഹുവിനെ തിരസ്കരിക്കുന്ന അടിമയാര് എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവ്വലു ഷൈഇൻ കതബഹുല്ലാഹു ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് ലാ ഇലാഹ ഇല്ലാ അന വ മുഹമ്മദു റസൂലി, ഞാനല്ലാതെ വേറൊരു ഇലാഹില്ല, മുഹമ്മദ് നബി എൻ്റെ പ്രത്യേക ദൂതനാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി എഴുതിയത്. അതിനോട് ചേർത്ത് എഴുതുകയാണ്. ഒരുപാട് അംബിയാ മുർസലുകളുണ്ട്, പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരവിടെ പരാമർശിക്കാൻ കാരണം തങ്ങൾക്ക് പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അതിനോട് ചേർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതുന്നത് മനിസ്തസ്ലമ ലിഖളാഇ വസബറ ലിബലാഇ വശക്കറ അലാ നിഅമായി കതബതുഹു സിദ്ദീഖ. എൻ്റെ ഖളാഇൽ ആര് തൃപ്തനാകുന്നുവോ, എൻ്റെ പരീക്ഷണത്തിൽ ആര് ക്ഷമിക്കുന്നുവോ, എൻ്റെ അനുഗ്രഹങ്ങൾക്ക് ആര് നന്ദി ചെയ്യുന്നുവോ, കതബതുഹു സിദ്ദീഖ, അവൻ എന്നെ അംഗീകരിച്ച് അടിമയായിട്ട് എഴുതുന്നതാണ്. എന്നെ അംഗീകരിച്ച, ഇലാഹായിട്ട് അംഗീകരിച്ച അടിമയായിട്ട് അവനെ ഞാൻ സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വലം യസ്തസ്ലിം ലിഖളാഇ, എൻ്റെ വിധിയോട് ആര് സമർപ്പിതരാകുന്നില്ലയോ, എൻ്റെ വിധിയിൽ ആര് തൃപ്തരാകുന്നില്ലയോ, വലം യസ്ബിർ അലാ ഖളാഇ വലം യസ്ബിർ അലാ ബലാഇ, ഞാൻ എൻ്റെ പരീക്ഷണത്തിൽ ആര് ക്ഷമിക്കുന്നില്ലയോ, എൻ്റെ പരീക്ഷണത്തിൽ ആര് ക്ഷമിക്കുന്നില്ലയോ, വലം യഷ്കുർ അലാ നിഅമായി, എൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതിരിക്കുകയും അനുഗ്രഹത്തിന് നന്ദി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ആരാണോ, ഫൽയത്തഖിദ് ഇലാഹൻ സിവായ, ഞാനല്ലാത്ത വേറെ ആരെയെങ്കിലും അവൻ ഇലാഹായിട്ട് സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി എന്നതാണ്. ഞാനല്ലാതെ വേറൊരു ഇലാഹിനെ അവൻ ഇലാഹായിട്ട് സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന്. അങ്ങനെ ഒരു ഇലാഹില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ റബ്ബായിട്ട് അംഗീകരിക്കാൻ അവൻ തയ്യാറായിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ റബ്ബായിട്ട്, ഇലാഹായിട്ട് സ്വീകരിച്ചവൻ അതാരാണ്? അള്ളാഹുവിൻ്റെ ഖളാഇൽ തൃപ്തരാവുകയും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നന്ദി ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത അടിമകളാണ്. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതായ നിലപാടുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധീശത്വത്തെ അംഗീകരിക്കുന്നതിന് എതിരായി കഴിഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരലോക പരാജയത്തിന് കാരണമായി തീരും എന്നതാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ നമുക്ക് എപ്പോഴും പ്രയാസമായി ഇരിക്കുന്നതിനോടൊപ്പം തന്നെ പരലോക പരാജയത്തിന് അത് കാരണമായി തീരുകയും ചെയ്യും. അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവൻ നമ്മളോട് ഇടപെടുന്ന രീതികളെക്കുറിച്ച് അറിയുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ അടിമകളിൽ, നല്ല അടിമകളിൽ, അവനെ അറിഞ്ഞ് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന നല്ല അടിമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാ മേഖലയിലും എല്ലാ നിലയിലും അല്ലാഹു ഉന്നതമായ വിജയം നസീബാക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.